ഹേയ് ഗായ്സ്, 4 ദിവസം നീണ്ട നമ്മുടെ മഴവിൽ മനോരമയുടെ ഷൂട്ട് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, ഇന്ന് പോണതിന് മുന്നേ ബിബിൻ ബ്രോ ഉണ്ടല്ലോ, എനിക്കൊരു സ്റ്റഡ് ഗിഫ്റ്റ് ആയിട്ട് തന്നെ, വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് ഒരു സൂര്യൻ്റെ, അത് ബിബിൻ ബ്രോ ഒരുപാട് തപ്പി കണ്ടുപിടിച്ചോണ്ടെന്ന സാധനം. അയ്യോ ചക്കാരായിട്ടാ ബിബിൻ ബ്രോ. അപ്പോൾ അത് ഞാൻ ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ നീണ്ട 4 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് സാധാരണഗതിയിൽ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ എവിടെയെങ്കിലും പോയി കണ്ണിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വരവി, അതിനുശേഷം നാളെ ഒരു പോഡ്കാസ്റ്റൊക്കെ എടുത്തിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ മാസത്തേക്കുള്ള ബാക്കപ്പ് പോഡ്കാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് ഗൈസ്. ഇപ്പോൾ വീട്ടിൽ ചെന്ന് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് കയറാനൊരു കാരണമുണ്ടല്ലോ. ഐ മീൻ, എനിക്ക് വീട്ടിൽ പോകാനൊരു ആഗ്രഹം. എങ്ങനെ പറഞ്ഞു തരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അത് അങ്ങനെ എനിക്കെപ്പോഴും, ഞാൻ വീട്ടിലെപ്പോഴും പോകുന്നതല്ലല്ലോ, ഞാൻ മാസത്തിൽ കൂടി പോയി ഒരു 5 ദിവസമൊക്കെ വീട്ടിൽ കാണാറുള്ളൂ. പക്ഷെ ഇപ്പം ശരിക്കും എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, അനന്തും ഉണ്ട്, പിന്നെ വണ്ടി ഓടിക്കാൻ സന്ദീപും ഉണ്ട്. അപ്പോൾ അനന്തുവിനെ വിളിക്കാൻ സന്ദീപ് പോയേക്കാണ്. അനന്തുവിനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചായിരിക്കും തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഇപ്പോൾ മണി 7:30, എനിക്ക് തോന്നുന്നൊരു 12-12:30 1 മണിയാകുമ്പോഴെങ്കിലും നമ്മളങ്ങ് എത്തണം. അപ്പോൾ അതാണ് ഗൈസ്, ഞാൻ നാട്ടിൽ പോകാൻ പോകണം. ഇനി വേണം നമ്മുടെ നാട്ടിൽ വെച്ച് പാതി വഴിക്ക് നിന്നുപോയ വിരുന്നൊക്കെ ഒന്ന് റെസ്യൂം ചെയ്ത്, കാരണം ഇടയ്ക്ക് വെച്ച് അബ്രപ്റ്റ്ലി ഞാൻ സെപ്പറേറ്റ് ആയി എത്തിയതാണല്ലോ ഗൈസ്. അപ്പോൾ ഇനി നാട്ടിലോട്ട് പോകണം. ലെറ്റ് മീ ഗോ ടു മൈ ഹോം ഗൈസ്. അനന്തുവിന് വേണ്ടി കാത്തിരുന്നപ്പോഴത്തേക്കും ബെന്നിച്ചേട്ടൻ നല്ല 1-ാം തരം ചിക്കൻ കറിയും കപ്പയും കൊണ്ടുവന്നു. അമ്പട ഷുമ്പട. എങ്കിലും ബെന്നിച്ചേട്ടൻ മുത്താണ്, ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് കപ്പയും. കപ്പയുടെ ബേസിക്കലി മീൻകറി ആയാലും ചിക്കൻ ആയാലും ഡിന്നറുമായി സെറ്റ് ഗൈസ്. ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ്. സന്ദീപ് അനന്തു അളിയനായിട്ട് എത്തിയേക്കാണ്. ഹലോ എടാ, എന്റെ ക്യാമറ മഞ്ജു ചേച്ചിക്ക് കൊടുത്തു വിട്ടറാ, അതുകൊണ്ട് ഐഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു വിശന്നടാ. അപ്പൊ പിന്നെ എന്തെങ്കിലും കഴിക്കാൻ. നിനക്ക് എന്തെങ്കിലും പറയട്ടാ അനന്തു? നിനക്ക് പോണ വഴി കഴിക്കണോ? ഇവിടെ നിന്ന് കഴിക്കണോ? നീ വെജിറ്റേറിയൻ? എന്തിനടാ? കൊള്ളാടാ, നല്ല ഫുഡാ. ബെന്നിച്ചേട്ടാ, ഞങ്ങൾക്ക് ഫുഡ് എടുക്കോ? ബെന്നിച്ചേട്ടാ? ആ ഓക്കെ. പിന്നല്ല, സാമ്പാർ മതി. സാമ്പാർ അപ്പം കൊടുത്താൽ മതി അവന്. എടാ, നല്ല കപ്പയടാ, ട്രൈ ചെയ്ത് നോക്കിയടാ. കപ്പയും കൊള്ളാം, നല്ല ചിക്കൻ കറിയും കൊള്ളാം. ഓ, നീ കഴിച്ചോ? ഇവിടെ ആണോ കഴിച്ചോ? അനന്തു അളി ഗൈസ് നാടന്റെ ആളാണ് എന്നാ കണക്ക്. സെറ്റ് അല്ലേ? ആ സെറ്റ്. അപ്പൊ നമുക്ക് കഴിക്കാം ഗൈസ്. വീണ്ടും ഞാൻ ഫോക്കസിലാണെന്ന് അറിഞ്ഞൂടാ. കഴിച്ചിട്ടൊക്കെ സന്ദീപ് എനിക്ക് ഫോക്കസ്. എന്റെ സന്ദീപ് അളി ഇല്ലായിരുന്നെങ്കിൽ. കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോകണം. അളിയെ കയറിക്കോടാ, പോവാ. ബെന്നിച്ചേട്ടാ, ബ്രോ പോയിട്ട് വരാം, ടാറ്റ. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങാണ്. സന്ദീപ് പോവാടാ, നിന്നെ കണ്ടുപോലും കൂടാ അന്ധകാരത്തിൽ. ഇനി നേരെ നാട്ടിലേക്ക് ഗൈസ്. സന്ദീപേ, ഏറ്റവും നല്ല റൂട്ട്, ഏറ്റവും സേഫസ്റ്റ് റൂട്ട് എടുത്തോ ഗൈസ്. ഓഫ് ടു ട്രിവാൻഡ്രം. പോയിട്ട് ബൈ ബൈ. ഒരു മണിയായപ്പം നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അളിയാ, ഞാൻ പോയിട്ട് വരാടാ, ടാറ്റ. നീ പോയി ഷൂട്ടൊക്കെ പൊളിച്ചിട്ട് വാ, നമുക്ക് ഇടയ്ക്ക് കാണാം. സന്ദീപേ പോട്ടോടാ. സന്ദീപ് അനന്തുവിനെ കൊണ്ടായി കൊടുക്കും ഗൈസ്. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോട്ടെ. ഒരുപാട് ദിവസമായ പോലെ ഫീൽ ചെയ്യണ കേട്ടോ ഗൈസ്. എൻ്റെ മോനെ വീട്ടിൽ എത്തി. എൻ്റെ കൊച്ചിനെ പോയി കാണട്ടെ. ഓക്കെ, ഇനി ഞാൻ വ്ളോഗ് ഓഫ് ചെയ്യണം. നാളെ രാവിലെ വരാം. ഞാൻ എൻ്റേതായിട്ടുള്ള സ്പേസിലോട്ടൊന്ന് കയറിക്കോട്ടെ. ബൈ ബൈ, നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. വന്ന് കിടന്നു ഒരു 1-1.5 ഉറക്കം. രാവിലെ ആയപ്പോ എന്റെ കൊച്ച് ചായ കൊണ്ടുവന്നിട്ട് അവൾ കുളിക്കാൻ കയറി ഗൈസ്. ഞാൻ ജമ്മത്ത് വിചാരിച്ചിട്ടില്ലേ ഗൈസ് ഞാൻ എന്റെ വീട് ഇത്രയും മിസ് ചെയ്യുമെന്ന്. ബട്ട് ഐ മിസ്ഡ് ഹിയർ. ഇത് മഴയായിരുന്നു രാത്രി. മഴ പെയ്ത് മഴയത്തെ സൗണ്ടും കേട്ട് എപ്പോഴോ ഇറങ്ങിപ്പോയി. ഒരു പീസ്ഫുൾ മൂഡില്ലേ ഗൈസ് ഇവിടെ. ചായ കുടിക്കട്ടെ.
അച്ഛൻ എന്തോന്ന് ഫോൺ ഓണാക്കി വെച്ചിട്ടിരുന്ന് ഉറങ്ങണം. അച്ഛാ ഗുഡ് മോർണിംഗ്. ഉറങ്ങിപ്പോയ അവിടെ ഇരുന്ന്? ഓ ആണോ? ഞാൻ 1:30 ആയപ്പോ എത്തിയെന്ന് തോന്നുന്നു രാത്രി. എല്ലാം അടിപൊളിയായി. ഇനി നമ്മുടെ വീട് പണിയിലേക്ക് തിരികെയാണ്. ഇനിയിപ്പോ അതിലോട്ട് കിടക്കുകയാണല്ലേ? ഓക്കെ. ഒരു 5-6 ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന പാർട്ടികളെ എന്നെ വിളിച്ചു തുടങ്ങി. ടൈൽസ്, മാർബിൾ ഇതെല്ലാം വരണം, ഗ്ലാസ് വരണം, പണിയെടുക്കണം. അങ്ങനെ ഓരോന്നായിട്ട് പടിപടിയായി ചെയ്ത് നമുക്ക് ഒരു 6 മാസം കൊണ്ട് പൂർത്തിയാക്കണം. ഇട്ടേക്കാൻ പറ്റില്ല. 6 മാസം കൊണ്ട് അതും തീർക്കണം അല്ലേ? പിന്നെ ഓക്കെ. അപ്പൊ അടുത്ത ജൈത്ര യാത്രക്കുള്ള തിരിയാണ് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിരിക്കുന്നത്. അതിനി ഒരു ഹ്യൂമങ്കസ് ടാസ്ക് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റീരിയർ ചെയ്താൽ മതി. ഇനി നമ്മൾ പൂശ് വരെ കംപ്ലീറ്റ് തീർത്ത് വയറിങ്ങും തീർത്തില്ല അച്ഛാ. പിന്നെ എല്ലാ റൂമിലും വൈഫൈയുടെ കേബിൾ കൊടുക്കാൻ പറ്റണം കേട്ടോ. വൈഫൈയുടെ കേബിൾ കൊടുത്തിട്ടുണ്ടല്ലോ. കൊടുത്തിട്ടുണ്ടല്ലോ കണ്ടോ. പിന്നെ ഇനി അവിടെ സ്വിമ്മിംഗ് പൂളിന്റെ പണിയുണ്ട്, ലിഫ്റ്റിന്റെ പണിയുണ്ട്, പിന്നെ ഇന്റീരിയർ വർക്ക് അല്ലേ? അതെല്ലാം പാർട്ടിയും റെഡിയാണ്. നമ്മൾ ചെയ്തെടുത്താൽ മാത്രം മതി. അതിന് കുറച്ച് സമയം എടുക്കും. അതെ, കുറച്ച് പൈസ എടുക്കും. അപ്പൊ അത് പൈസ കാര്യമായിട്ട് വേണ്ടി വരും. അതെ, അപ്പൊ അത് പതുക്കെ നമുക്ക് സെറ്റ് ആക്കാം. അതെ. അത് കല്യാണം കഴിഞ്ഞിട്ടാ ഇവിടെ ഭയങ്കര ഒരു സൈലന്റ് മൂഡല്ലേ? അല്ല നമ്മള് ഒരു 3 മാസമായില്ല നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. മറ്റത് എപ്പോഴും ചാട്ടോ ഓട്ടവും. പഴയ അവിടേക്ക് നമ്മൾ നേരത്തെ കൊടുത്ത പ്ലാവിന്റെ മൂട് ഇളക്കിയത് മുതൽ. അതെ അതെ, എന്റെ തുടക്കം കുറിച്ചത് സത്യം. അതായത് 3 മാസത്തിന് മുമ്പ് തുടക്കം കുറിച്ചത്. അവിടെ മുതലങ്ങ് ആരംഭിക്കുക. അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടമായിരുന്നു. നമ്മൾ കൂടുതൽ ആളെ നിർത്തി ചെയ്യാൻ പറ്റില്ല. ഇല്ല. അപ്പൊ കുറച്ച് ആളെ നിർത്തി ദിവസം പണിയെടുപ്പിക്കേണ്ടി വന്നു. അതെ. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നിന്ന് അടിപൊളിയാക്കി തന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു പരാതിക്കും പരിഭവത്തിനും ഇടാതെ എല്ലാ ഫംഗ്ഷനും അവസാനിച്ചു. അതും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. എടി ഗോസ്റ്റാപ്പി, ഹലോ ഇങ്ങോട്ട് നോക്ക്. ഹലോ കൊടു വ്ളോഗിന്. നക്കാനല്ലേടി ഹലോ. എവിടെ കയറിപ്പോണടി ലഡു? അയ്യോ ലഡു എടി, അവളും കൂടെ ഒന്ന് നക്കട്ടെ. അവള് പോയി. ലഡാപ്പി ലഡു. എടി നക്കിപ്പാച്ചി, മതി പെണ്ണെ നക്കിയത്. ഓക്കെ, ഡൺ മതി. ഇന്നത്തേക്കുള്ള നക്ക് കഴിഞ്ഞു. സുഞ്ചിരി. അമ്മ എങ്ങനെയുണ്ട് വർഷം വന്നിട്ട്? 3-4 ദിവസം അമ്മ അവളുടെ കൂടെ കിടന്ന. ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്കും ഷീറ്റിന്റെ ഇടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റത് കടന്നു പോണ കേസ്. ഇതാരാ? നിന്റെ അമ്മ. അയ്യോ, കൂട്ടുകിടക്കാൻ പോയതാ. അതെന്തമ്മ ചുമ്മാരി അമ്മ പറഞ്ഞിട്ടൊന്നും ഉഗാണ്ടയിലാണ് പോയി നിക്കണേന്ന്. അമ്മ നമുക്ക് അടുത്ത ഫുഡ് വ്ളോഗ് ഇടണ്ടേ? റെസിപ്പി അടുത്ത എന്ത് ആഹാരം ഉണ്ടാക്കും നമ്മള് അശോകപ്പൂ ഒരപ്പം ഉണ്ടാക്കി. ഇനി അടുത്ത എന്തുണ്ടാക്കും? ചമ്മന്തി. ഓക്കെ, എന്നാ അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് റെഡിയാക്കും. കാന്താരി മുളക് ചമ്മന്തി ഇല്ല, ഒറ്റയടിക്ക് നമ്മള് സെറ്റ് ആക്കും അല്ലേ? അടിപൊളി. നടക്കട്ടെ ഊണ് റെഡിയാക്കണം അമ്മ. ഇന്ന് വാവാണല്ലേ? അമ്മ പോയാ? അമ്മ ഇവിടെ പോകാത്ത എന്ത്? നമ്മുടെ ശ്രീനാരായണപുരം അല്ലല്ലോ, കേളമംഗലത്ത് ഉണ്ടല്ലേ? ചെറിയ തോടും റിസപ്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രി തുടങ്ങിയ മഴയാണ്. ഇങ്ങനെ വിട്ടു പെയ്തുകൊണ്ടിരിക്കണല്ലേ? പക്ഷെ നമ്മുടെ പരിപാടിക്കൊക്കെ മഴ മാറിയെന്നു. ഏറ്റവും അവസാനം ഒരു മഴ പെയ്തു. അത് നമ്മൾ ഒരിക്കലും ബാധിച്ചില്ല. നമ്മുടെ ചായക്കടയൊക്കെ നേരത്തെ അവക്ക് എന്തുറ്റമ്മ ചൂടുവെള്ളം കൊടുത്ത് കുളിക്കാൻ? തണുത്ത വെള്ളം ഇവിടെ പുതിയ വെള്ളമല്ലേ, തൊണ്ടക്കുഴി വേദന മാറി വരണല്ലോ. നീ ഒരു കാര്യം ചെയ്യണം. മറ്റേ ഇമേഴ്സ് ചെയ്യുന്ന ഒരു
ഇതുണ്ടല്ലോ വാട്ടർ ഹീറ്റർ. ആ അത് വാങ്ങിക്കാം. അതൊരെണ്ണം പ്ലഗിൽ കൊടുത്തിട്ട് ഓ സെറ്റ് ഡൺ. അതുകൊണ്ട് എളുപ്പമാണ് അത്. ഓക്കെ ഡൺ. ബക്കറ്റ് കൊടുക്കൊണ്ട് നടക്കണ്ടായിരുന്നു. നമുക്ക് സ്പേസ് ഇല്ലാത്തതാണ് നമ്മളുടെ ഗീസർ വെക്കുന്നത്. അല്ല വേണ്ട, ഗീസറിന്റെ ആവശ്യമില്ല, നമുക്ക് മറ്റേ റോഡ് ഇടാം. ആ ഗൈസ് പിന്നെ മഴ തുടങ്ങി, കാണാവോ നിങ്ങൾക്ക്? മഴ തുടങ്ങി ഗൈസ്, അത് നിങ്ങൾ കണ്ടുവിടുന്നു തോന്നുന്നു. കാണാൻ ആരെങ്കിലും കമന്റ് ചെയ്യൂ. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി വേണം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരെന്നെ വിളിച്ചേക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ ഡയറക്റ്റായിട്ട് വിളിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു എറണാകുളത്ത് നിന്നാണെന്ന് തോന്നുന്നു. ഒരു ലോഡ് ആൾക്കാർ വിളിച്ചേക്കുന്നു. ഇവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ചായിരുന്നു അച്ഛനെ വിളിച്ചോ? ആ അപ്പോൾ അങ്ങോട്ടും പോകണമല്ലോ. അപ്പൊ ഇനി ഒരു വിരുന്നുണ്ണൽ മഹാമഹം തന്നെ നമുക്ക് തുടങ്ങാം. നാളെ മുതലെങ്ങാനും പോയി തുടങ്ങാം. ഇന്ന് റെസ്റ്റ്. ഇന്ന് സദ്യ ഉണ്ടല്ലേ? അടിപൊളി. എന്താ ടീച്ചർ? ആഹാ എടി മാക്കിച്ചി, ഞാൻ തൊട്ടുകൊണ്ടാണെന്ന് മൂത്രം ഒഴിച്ചത്. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ അപ്പോ ഇനി ഞാൻ കുറച്ചു നേരം കൊണ്ടൊക്കെ താങ്ങി തൂങ്ങി ഇരുന്നിട്ട് ഫ്രഷൊക്കെ ആയി ഇനി മഞ്ചേച്ചിയുടെ വർക്ക്ഷോപ്പിലോട്ടൊന്ന് പോകണം. ഐ മീൻ ആക്ടിങ് വർക്ക്ഷോപ്പിലോട്ടൊക്കെ പോകണം. കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം ഗോയ്സ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ലവ് യു. ഇതാരാ ഇത്? ബൈ ഗൈസ്, ബൈ.